കരിഞ്ജീരകം വെറും ജീരകമല്ല, മരണമൊഴിച്ചുള്ള എല്ലാ കാര്യത്തിലും ശരീരത്തോടൊപ്പം നിൽക്കുന്ന ഒരു സ്വഭാവ നടനാണ് കരിഞ്ജീരകം. അറബിക് ചികിത്സാ ഗ്രന്ഥങ്ങളിലടക്കം ജീവൻ രക്ഷാ ഔഷധമായും സർവ്വരോഗ സംഹാരിയായിട്ടുള്ള ഒറ്റമൂലിയായും കരിഞ്ജീരകത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രമേഹ രോഗത്തിനുള്ള ഔഷധയോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കരിഞ്ജീരകത്തിനുള്ളത്. നെജല്ല സറ്റൈവ അഥവാ കരിഞ്ജീരകത്തിലടങ്ങിയിട്ടുള്ള തൈമോക്വിനിൻ എന്ന ഫൈറ്റോ കെമിക്കൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കുന്നു. അതോടൊപ്പം തന്നെ ബീറ്റാ കോശങ്ങളുടെ പ്രോളിഫറേഷനെ സഹായിക്കുകയും ചെയ്യുന്നു. വ്രതനാളുകളിൽ കരളിലെ കാർബോഹൈഡ്രേറ്റും അമിനോ ആസിഡും വിഘടിപ്പിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കരിഞ്ജീരകം പ്രവർത്തിക്കാത്ത ഒരു മേഖലയും ശരീരത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി ക്യാൻസറസ്, ഇമ്മ്യൂണോ മോഡുലേറ്റർ, അനാൾജസിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ബ്രോങ്കോ ഡയലേറ്റർ, ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ്, ന്യൂറോ പ്രൊട്ടക്റ്റീവ്, ഗ്യാസ്ട്രോ പ്രൊട്ടക്റ്റീവ്, ആൻറ്റി ഓക്സിഡൻറ്റ് തുടങ്ങി നിരവധി മേഖലകളിലാണ് കരിഞ്ജീരകത്തിൻ്റെ പ്രവർത്തനമുള്ളത്. കരിഞ്ജീരക എണ്ണയുടെ ഉപയോഗം ഗ്ലൂക്കോസ് നോർമലാക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും, ഒപ്പം കരളിൻ്റെ വീക്കം മാറ്റി കരളിനെ നോർമലാക്കുകയും ചെയ്യും. കിഡ്നിയുടെ പ്രവർത്തനത്തിനും ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും കരിഞ്ജീരക എണ്ണ വളരെ ഉത്തമമാണ്. അപ്പോൾ കരിഞ്ജീരകം എന്ന സ്വഭാവം നടന് എന്ത് അവാർഡ് കൊടുക്കും? ഓസ്കാർ.